അനൂപ് ആന്റണി ഷോൺ ജോർജിനിട്ട് ചെയ്തത് ഒന്നൊന്നര തേപ്പായിപ്പോയി. പ്രധാനമന്ത്രിയുമായി ചങ്ക് ഫ്രണ്ട്സ് ആണെന്ന് നാടായ നാട് മുഴുവൻ പരസ്യം കൊടുക്കുവാൻ ഷോൺ ജോർജ് പെട്ട പാട് ചില്ലറയല്ല. അത് വല്ലതും അനൂപ് ആന്റണിക്ക് അറിയാമോ? ഡൽഹി ചെന്നാൽ പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ചായ കുടിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ വിഷമമാവുമെന്ന് വരെ പാലായിൽ പറഞ്ഞു വച്ചിരുന്നതാണ്. എല്ലാം രാജീവ് ചന്ദ്രശേഖരന്റെ നട്ടെല്ലിന്റെ ബലത്തിലാണെന്ന് അറിയാവുന്നവർക്കറിയാമായിരുന്നു. അതേ ബലത്തിൽ തന്നെയാണ് പാലാ സീറ്റ് ഒപ്പിച്ചെടുത്തത്. പ്രധാനമന്ത്രി പാലായിൽ പ്രചരണത്തിന് വരുമെന്ന് വീമ്പിളക്കിയതും അങ്ങനെ തന്നെ. നാട്ടിലുള്ള മുഴുവൻ പേരും പാര വയ്ക്കുന്നത് മനസ്സിലാകും. പക്ഷെ തോളിൽ കൈയിട്ട് ഒരേപോലെ പാർട്ടിക്കാരെ പറ്റിച്ച് ഒരേ കളരിയിൽ അഭ്യാസം കാണിക്കുന്ന രണ്ടുപേർ പരസ്പരം കാണിക്കുന്ന പാരവെപ്പ് കാണുമ്പോൾ ഒരു ചെറിയ മനപ്രയാസം പറയാതിരിക്കാൻ നിവർത്തിയില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ ഇറക്കുമതി ചരക്കും കയറ്റുമതി ചരക്കുമാണ് അനൂപ് ആന്റണിയും ഷോൺ ജോർജും. ഡൽഹിയിൽ നിന്നും കെട്ടിയിറക്കിയ അനൂപ് ആന്റണിയും ജനപക്ഷത്ത് നിന്ന് കയറുകെട്ടി പൊക്കിയെടുത്ത ഷോൺ ജോർജും ഇടതും വലതും നിന്ന് പൊരുതിയാൽ BJP എന്ന പാർട്ടി പിടിച്ചെടുക്കാമെന്നായിരുന്നു പാവൻ രാജീവ് ചന്ദ്രശേഖരന്റെ മനസ്സിലിരിപ്പ്. ഇവർ രണ്ടുപേരും ഇരുമയാണെങ്കിലും ഒരൊറ്റ ഹൃദയവുമായിട്ടാണ് ജീവിച്ചു പോന്നത്. അതിനിടയിലാണ് അനൂപ് ഈ തേപ്പ് തേച്ചത്. ഏതായാലും ഒടുവിൽ ഷോൺ പറഞ്ഞു നിന്നു. പ്രധാനമന്ത്രി വരുമ്പോൾ സമ്മേളനം നടത്താൻ പറ്റിയ സ്റ്റേഡിയം ഇല്ലാത്തതും മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് പറന്നിറങ്ങാൻ പറ്റിയ ഇടമില്ലാത്തത് കൊണ്ടുമാണ് വരാൻ സാധിക്കാത്തതെന്ന്. എവിടാ? പാലായിൽ. പക്ഷെ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെ അല്ലല്ലോ ഷോണേ. ഏതാണ്ട് 2 മാസം മുമ്പല്ലേ ഇന്ത്യയുടെ പ്രസിഡന്റ് പാലായിൽ വന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങി സെന്റ് തോമസ് കോളേജിൽ ഗംഭീരമായ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചുപോയത്. അപ്പോൾ ഹെലികോപ്റ്റർ ഇറങ്ങാൻ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, പറ്റാത്തതുകൊണ്ടും അല്ല. ഇത് തേപ്പ് തന്നെയാണ്. കൂടെ നടന്നവൻ തേച്ച തേപ്പ്. ഇനിയെങ്കിലും ഷോണെ, വാതുറന്ന് അപ്പനെ പോലെ വലിയ വർത്തമാനം പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. വർത്തമാനമൊക്കെ കൊള്ളാം, പക്ഷെ പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ അളക്കുന്ന അതേ കോലുകൊണ്ട് നിങ്ങളെ അങ്ങ് ഡൽഹിയിലിരിക്കുന്നവരും അളന്നുകൊണ്ടിരിക്കുകയാണെന്ന ചിന്ത ഉണ്ടാവുന്നത് നല്ലതാണ്. രാജീവ് ചന്ദ്രശേഖരനല്ല BJPയുടെ അവസാന വാക്കെന്നു കൂടി ഓർക്കുന്നത് നല്ലതാണ്. ഏതായാലും ഷോണും അനൂപും കൂടി രാജീവ് ചന്ദ്രശേഖരനെ ഒരു വഴിക്കാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാജീവ് ചന്ദ്രശേഖരന്റെ എന്ത് ബലഹീനതയാണ് ഇവർ രണ്ടുപേരും ചൂഷണം ചെയ്യുന്നതെന്നാണ് പാർട്ടിക്കാർക്ക് ഇതുവരെ മനസ്സിലാകാത്തത്. പ്രധാനമന്ത്രി പാലായിൽ വന്ന് തന്നെ വിജയിപ്പിക്കുമെന്ന് സ്വപ്നം കണ്ടു കിടന്നിരുന്ന ഷോണിൽ നിന്നും അത് തട്ടിപ്പറിച്ച് തിരുവല്ലയിലാക്കിയ അനൂപിന്റെ കാര്യമാണ് ഏറ്റവും കഷ്ടം. പാർട്ടിക്കാരുടെ ആരുടെയും സഹായമില്ലാതെ തിരുവല്ലയിൽ പുഷ്പം പോലെ ജയിക്കാമെന്നാണ് ഇയാളുടെ ഒരു കണക്കൂട്ടൽ. ഏതോ കൊടിമൂത്ത PR ഏജൻസിയെ കളത്തിലിറക്കിയാണ് കളി മുഴുവൻ. പാർട്ടിക്കാർക്കാർക്കും അവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയില്ല. ഒടുവിൽ പ്രധാനമന്ത്രി വരുന്ന വിവരം പാർട്ടി ജില്ലാ പ്രസിഡന്റ് പോലും അറിഞ്ഞിരുന്നില്ലെന്നാണ് കേൾക്കുന്ന പരദൂഷണം. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ക്രമപ്പെടുത്തിയിരുന്നു. പക്ഷെ തിരുവല്ലയിൽ പ്രധാനമന്ത്രിയെ അവതരിപ്പിക്കാൻ കാണിച്ച ശുഷ്കാന്തിയൊക്കെ നന്നായി. പക്ഷേ അവിടുത്തെ കാര്യപരിപാടികൾ അതെങ്ങനെ വേണമെന്ന് ആലോചിക്കാനോ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനോ ഒറ്റ പാർട്ടിക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. പാർട്ടിക്കാരുടെ ഇടയിൽ അത്രമാത്രം ആഴത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ് അനൂപ് ആന്റണി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്.